1970കളുടെ തുടക്കം വരെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പിന്നോക്കം നിന്ന റോഡുകളോ ആശുപത്രികളോ ഇല്ലാത്ത ഇരുളടഞ്ഞ ഒരു രാജ്യമായിരുന്നു ഒമാൻ. റേഡിയോ കേൾക്കുന്നതും വർത്തമാനപത്രം വായിക്കുന്നതും പോലും അവിടെ നിരോധിക്കപ്പെട്ടിരുന്നു. എന്നാൽ വെറും 50 വർഷം കൊണ്ട് ആ രാജ്യത്തെ ലോകത്തെ ഏറ്റവും സമാധാനപരവും ആധുനികവുമായ ഒരു സുൽത്താനേറ്റാക്കി മാറ്റിയ ഒരു മനുഷ്യനുണ്ട്. സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ്. സ്വന്തം പിതാവിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേറിയ ഈ ഭരണാധികാരി മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങൾക്കിടയിലും ഒമാനെ എങ്ങനെ ഒരു സമാധാനത്തിന്റെ ദ്വീപാക്കി മാറ്റി? ഒമാന്റെ ആധുനിക ചരിത്രത്തെ മാറ്റിമറിച്ച സുൽത്താൻ ഖാബൂസിന്റെ വിസ്മയകരമായ ജീവിതകഥയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ആധുനിക മിഡിൽ ഈസ്റ്റിന്റെ സമാധാന ദൂതൻ എന്ന് ലോകം വിശേഷിപ്പിച്ച ഒമാൻ മുൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ്. GCC രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം കൈയാളിയ വ്യക്തിയാണ് അദ്ദേഹം. 1940 നവംബർ 18 ഒമാനിലെ സലാലയിലാണ് ഖാബൂസ് ജനിക്കുന്നത്. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ സെയ്ദ് ബിൻ തൈമൂറിന്റെ ഒരേയൊരു മകനായിരുന്നു അദ്ദേഹം. അക്കാലത്ത് ഒമാൻ ഭരിച്ചിരുന്ന പിതാവ് സെയ്ദ് ബിൻ തൈമൂർ വളരെ കർക്കശക്കാരനായ ഒരു ഭരണാധികാരിയായിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള എല്ലാ ബന്ധങ്ങളും അദ്ദേഹം വിലക്കി. ഒമാൻ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു. എന്നാൽ മകനായ ഖാബൂസിന് മികച്ച വിദ്യാഭ്യാസം നൽകാൻ പിതാവ് തീരുമാനിച്ചു. 16-ാം വയസ്സിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് അയക്കപ്പെട്ടു. പ്രശസ്തമായ സാൻഡ്ഹേഴ്സ്റ്റ് റോയൽ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് അദ്ദേഹം സൈനിക വിദ്യാഭ്യാസം നേടി. ബ്രിട്ടീഷ് ആർമിയിൽ സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ഭരണരീതികളെയും സാങ്കേതിക വികസനങ്ങളെയും കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹം ഒരു ലോകസഞ്ചാരം നടത്തി. ലോകം എങ്ങനെ മാറുന്നു എന്ന് അദ്ദേഹം അടുത്തുനിന്നു കണ്ടു. ഈ യാത്രയാണ് ഒമാനെ മാറ്റിയെടുക്കണമെന്ന ദീർഘവീക്ഷണം അദ്ദേഹത്തിലുണ്ടാക്കിയത്. 1966 ഒമാനിൽ തിരിച്ചെത്തിയ ഖാബൂസിനെ കാത്തിരുന്നത് വലിയൊരു ആഘാതമായിരുന്നു. മകന്റെ ആധുനിക ചിന്തകൾ തന്റെ ഭരണത്തിന് ഭീഷണിയാകുമെന്ന് ഭയന്ന സുൽത്താൻ സെയ്ദ് ബിൻ തൈമൂർ ഖാബൂസിനെ സലാലയിലെ കൊട്ടാരത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി തടവിലാക്കി. എന്നാൽ ഈ ഏകാന്തവാസക്കാലം അദ്ദേഹം വെറുതെ കളഞ്ഞില്ല. ഇസ്ലാമിക ചരിത്രവും ഒമാന്റെ സാംസ്കാരിക പൈതൃകവും ആഴത്തിൽ പഠിക്കാനും പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ അറിവ് നേടാനും അദ്ദേഹം ഈ സമയം വിനിയോഗിച്ചു. പുറം ലോകവുമായോ ഒമാനിലെ ജനങ്ങളുമായോ സംസാരിക്കാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ടായിരുന്നില്ല. ഒമാൻ നശിക്കുന്നത് കണ്ട ഖാബൂസിന്റെ മനസ്സിൽ വിപ്ലവത്തിന്റെ തീപ്പൊരി പടരുന്നത് അവിടെ വെച്ചാണ്. 1970 ജൂലൈ 23 ഒമാന്റെ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ട ദിവസം. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ രഹസ്യ പിന്തുണയോടെ 29-ാം വയസ്സിൽ ഖാബൂസ് ഒരു കൊട്ടാര അട്ടിമറി നടത്തി. രക്തച്ചൊരിച്ചിലുകളില്ലാതെ തന്റെ പിതാവിനെ അധികാരത്തിൽ നിന്ന് മാറ്റി അദ്ദേഹം ഒമാന്റെ പുതിയ സുൽത്താനായി പ്രഖ്യാപിച്ചു. പിതാവ് സെയ്ദ് ബിൻ തൈമൂർ ഇംഗ്ലണ്ടിലേക്ക് നാടുകടത്തപ്പെട്ടു. അധികാരമേറ്റ ഉടൻ റേഡിയോയിലൂടെ അദ്ദേഹം ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകി. എന്റെ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ടതില്ലാത്ത ഒരു പുതിയ യുഗം വാഗ്ദാനം ചെയ്യുന്നു. ഇന്നലെ വരെ ഇരുട്ടിലായിരുന്ന ഒമാൻ നാളെ മുതൽ പ്രകാശത്തിലേക്ക് ഉണരും. എന്നാൽ ഭരണം തുടങ്ങിയ ഉടൻ ഖാബൂസിന് നേരിടേണ്ടി വന്നത് വലിയൊരു ആഭ്യന്തര യുദ്ധമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വിമതർ ഒമാന്റെ തെക്കൻ മേഖലയായ ധോഫാറിൽ വലിയ കലാപം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സുൽത്താൻ ഖാബൂസ് തന്റെ സൈനിക തന്ത്രങ്ങൾ ഉപയോഗിച്ചും അയൽ രാജ്യങ്ങളുടെ സഹായത്തോടെയും 1975 ആ കലാപത്തെ പൂർണ്ണമായി അടിച്ചമർത്തുകയും ഒമാനെ ഒരൊറ്റ പതാകയ്ക്ക് കീഴിൽ ഒന്നിപ്പിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ രഹസ്യ ബുദ്ധിയും പിന്തുണയും ഇതിന് പിന്നിലുണ്ടായിരുന്നു. യുദ്ധം അവസാനിച്ചതോടെ ഒമാന്റെ വികസനത്തിനായുള്ള നവോത്ഥാന യുഗം ആരംഭിച്ചു. ഒമാനിൽ നിന്ന് ലഭിച്ച എണ്ണപ്പണം ഖാബൂസ് ആഡംബരത്തിനല്ല ഉപയോഗിച്ചത്, മറിച്ച് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ്. 1970 വെറും 3 സ്കൂളുകൾ മാത്രമുണ്ടായിരുന്ന ഒമാനിൽ ഇന്ന് ആയിരക്കണക്കിന് വിദ്യാലയങ്ങളുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. ഏതാനും കിലോമീറ്ററുകൾ മാത്രം റോഡുണ്ടായിരുന്ന രാജ്യത്ത് ലോകോത്തര നിലവാരമുള്ള ഹൈവേകളുടെ ശൃംഖല അദ്ദേഹം തീർത്തു. വിദേശികൾക്കായി ഒമാന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. ഇവിടെയാണ് സുൽത്താൻ ഖാബൂസിന്റെ ദീർഘവീക്ഷണം നാം കാണുന്നത്.
മറ്റ് ഗൾഫ് രാജ്യങ്ങൾ വൻകിട ആകാശചുംബികളായ കെട്ടിടങ്ങൾ പണിതുയർത്തിയപ്പോൾ ഒമാന്റെ തനതായ സംസ്കാരവും പ്രകൃതി ഭംഗിയും നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് ഖാബൂസ് നടപ്പിലാക്കിയത്. കെട്ടിടങ്ങളുടെ ഉയരത്തിന് അദ്ദേഹം കർശനമായ പരിധികൾ നിശ്ചയിച്ചു. സുൽത്താൻ ഖാബൂസ് എന്ന ഭരണാധികാരിയെ ലോകം ആദരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം അദ്ദേഹത്തിന്റെ വിദേശനയമായിരുന്നു. എല്ലാവരുമായും സൗഹൃദം, ആരോടും ശത്രുതയില്ല. ഇതായിരുന്നു ഒമാന്റെ നയം. അമേരിക്കയും ഇറാനും തമ്മിൽ കടുത്ത ശത്രുതയിലായപ്പോഴും ഗൾഫ് രാജ്യങ്ങൾ പരസ്പരം പോരടിച്ചപ്പോഴും ഒമാൻ ആരുടെയും പക്ഷം പിടിച്ചില്ല. പകരം അവർക്കിടയിലെ രഹസ്യ ചർച്ചകൾക്കുള്ള വേദിയായി മസ്കറ്റിനെ ഖാബൂസ് മാറ്റി. ചരിത്രപ്രസിദ്ധമായ ഇറാൻ ആണവ കരാറിൻ വഴി തുറന്നത് സുൽത്താൻ ഖാബൂസിന്റെ ഈ മധ്യസ്ഥതയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മിഡിൽ ഈസ്റ്റിലെ സമാധാനദൂതൻ എന്ന് ലോകം വിളിച്ചത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വലിയ പ്രാധാന്യം നൽകിയ അദ്ദേഹം ഗൾഫിൽ ആദ്യമായി സ്ത്രീകൾക്ക് മന്ത്രിസ്ഥാനം നൽകിയ ഭരണാധികാരികളിൽ ഒരാളായി മാറി. ഇന്ത്യയുമായി വളരെ അടുത്ത സൗഹൃദമാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിൽ പലരും ഇന്ത്യക്കാരായിരുന്നു. 50 വർഷം ഒമാനെ ഒരു പിതാവിനെപ്പോലെ നയിച്ച ആ മഹാഭരണാധികാരി 2020 ജനുവരി 10 അന്തരിച്ചു. അദ്ദേഹത്തിന് മക്കളോ സഹോദരങ്ങളോ ഇല്ലാതിരുന്നതിനാൽ അടുത്ത ഭരണാധികാരിയെ കണ്ടെത്താൻ അദ്ദേഹം ഒരു രഹസ്യ കത്തുവ്സിയത്ത് സീൽ ചെയ്തു വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം രാജകുടുംബം ആ കവർ തുറന്നപ്പോഴാണ് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിനെ അടുത്ത ഭരണാധികാരിയായി പ്രഖ്യാപിച്ചത്. സുൽത്താൻ ഖാബൂസ് വിട പറഞ്ഞെങ്കിലും ഇന്ന് നാം കാണുന്ന ഓരോ ഒമാനി പൗരന്റെയും ജീവിതത്തിലും ആ രാജ്യത്തിന്റെ മണൽത്തരികളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ഒരു ജനതയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച സുൽത്താൻ ഖാബൂസിന്റെ ഈ ചരിത്രം നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഒമാനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഓർമ്മകൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ചരിത്ര അന്വേഷണാത്മക വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.